സോ ഗെസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സാധാരണ ആക്ഷൻ ക്യാമറയല്ല. ഇത് ഒരു കോമ്പാക്ട് ഒരു മൂവി ക്യാമറയായിരുന്നു. ഒരു സിനിമാറ്റിക് ക്യാമറയാണിത്. ഗോപ്രോയുടെ മിഷൻ 1 ഇഞ്ച് സെൻസർ വരുന്ന ഗോപ്രോയുടെ മിഷൻ 1. അപ്പം ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്പം ഇതാണ് അതിന്റെ ഒരു ബോക്സ് പാക്കിംഗ് വരുന്നത്. മിഷൻ 1 Pro 1 ഇഞ്ച് സെൻസറാണ്. 8K നമുക്ക് 60 ഫ്രെയിം റേറ്റിൽ ഷൂട്ട് ചെയ്യാം. പിന്നെ ഓപ്പൺ ഗേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. ഈ പറയുന്നത് 4K നമുക്ക് 240 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. അതുപോലെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്സ് സ്പെക്കാണ് ഈ ഏരിയ പറഞ്ഞിട്ടുള്ളത്. ഓടിച്ച GPS, അതുപോലെ 10 ബിറ്റ് കളർ പ്ലസ് ലോഗ് എൻകോഡിങ്, 5 hours ആണ് ബാറ്ററി ലൈഫ്, 4x സൂം, ഒപ്റ്റിക്കൽ ആണോ ഡിജിറ്റൽ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ സബ്ജക്ട് ട്രാക്കിങ്, പിന്നെ AI എൻഹാൻസ്ഡ് ക്യാപ്ചർ മോഡ്സ്, 50 മെഗാ പിക്സൽ ഫോട്ടോ പ്ലസ് റോ 50 മെഗാ പിക്സലാണ്. മിക്കവാറും ക്യാമറാസ് ഒന്ന് കണ്ടേക്കുന്നത് 24 ഒക്കെയാണ്. പിന്നെ 1 ഇഞ്ച് ലോ ലൈറ്റ് സെൻസർ, ഇതൊക്കെയാണ് ഇതിനകത്ത്. പിന്നെ 8K 60, 8K 30 ഓപ്പൺ ഗേറ്റ്, അതുപോലെ 4K 240 FPS ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന ആക്സസറീസ് എന്തൊക്കെയാണ് ഡിവൈസിന്റെ കൂടെ ഉള്ളത്? ഫാസ്റ്റ് ചാർജിങ്, എൻഡൂറോ 2 ബാറ്ററി ഉണ്ട്, കേബിൾ ഉണ്ട്, USB, പിന്നെ അതിന്റെ സ്ക്രൂസും മറ്റ് കുറച്ച് ഹോൾഡേഴ്സ്, മൗണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ ഇതിന്റെ അൺബോക്സ് ഒന്ന് ചെയ്യുകയാണ്. മെറ്റീരിയലൊക്കെ ഒരു പോർഷൻ ഇവിടെ കാണുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ $83,000 ആണ്. ആക്ഷൻ ക്യാമറ സെഗ്മെന്റില് ഏറ്റവും പ്രീമിയം ആണെന്ന്, ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ക്യാമറയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. Your camera must be updated before you can use it. നമ്മൾ ഇതിന്റെ OS വഴി ഇതിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം, ഇതിന് മെമ്മറി കാർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം അപ്ഡേഷന്റെ സമയത്ത്. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതൊന്ന് ഓൺ ചെയ്തതിന്റെ ഡീറ്റെയിലേക്ക് നമുക്കൊന്ന് പോവാം. ഇത് എടുക്കുമ്പോൾ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡു നോട്ട് ഓപ്പൺ, മൈക്ക് ഡ്രെയിൻ, നോട്ട് എ ഡോർ. ഇത് തുറക്കാനുള്ള ഒരു ഡോറോ ടൈപ്പുള്ള കാര്യമൊന്നുമല്ല. ശരിക്കും ഇത് മൈക്ക് മൗണ്ട് ചെയ്യാനായിട്ടുള്ള എക്സ്റ്റേണൽ മൈക്സ് മൗണ്ട് ചെയ്യാനുള്ള അതിന്റെ റിസീവർ മൗണ്ട് ചെയ്യാനുള്ള ഒരു പോർഷൻ ആയത് അതുകൊണ്ട് പ്രത്യേകം അവർ പറയുന്നുണ്ട്. ഇതിന്റെ സൈഡ് കവർ നമ്മൾ ഇതിന്റെ കയറിയ ഒരു പ്രൊട്ടക്ഷൻ കവറാണ്. രണ്ട് സൈഡിലായിട്ട് കയറ്റിയിട്ടു ഫ്ലെക്സി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, ഒരു റബ്ബർ മെറ്റീരിയൽ പോലെ വേറെ പ്ലേസ് കയറ്റിയിടാൻ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇത് കാണുമ്പോൾ നല്ലൊരു ഫോക്കസ് ലെൻസിന്റെ ഒരു ഫീൽ ഉണ്ട്. പിന്നെ അടുത്ത ബാറ്ററി ഇടണം, കാർഡ് ഇടണം, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാറ്ററി ഇടുന്ന ഒരു പ്രോസസ്സ് എനിക്ക് തുടക്കത്തിൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. ഈ സൈഡിലാണ്. അപ്പൊ നമ്മള് ക്യാമറ ഇങ്ങനെ ഫേസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിൽ ഈ ഏരിയയിലാണ് നമുക്ക് ബാറ്ററി ഇടേണ്ടത്. അതിന്റെ ടോപ്പിലൊരു നോബ് ഉണ്ട്. നോബ് ജസ്റ്റ് ഒന്ന് മേലോട്ടാക്കിയിട്ട് നേരെ മേലോട്ടാക്കിയിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പം ഇതാണ് അതിന്റെ ഇൻസൈഡ് വരുന്നത്. ബാറ്ററി നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ബാറ്ററി പ്ലേസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഇതുണ്ട്, മൈക്രോ SD കാർഡ് ഇടാനായിട്ടുള്ളൊരു പോർട്ട് ഉണ്ട്. നമുക്ക് കാർഡ് വിട്ട് കൊടുക്കാം. A2 സീരീസ് കാർഡാണ്, 256 GB. ഇത് ഓൾമോസ്റ്റ് 6,000 rupees ആണ്. റീസെന്റ് ഒരു മാസത്തിനുള്ളിൽ ഇതിന്റെ കോസ്റ്റ് കൂടിയിട്ട് 9,000 രൂപയാണ് ഇതിന്റെ വില എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ കാർഡ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ കാർഡ് പ്ലേസ് ചെയ്തു, ബാറ്ററി പ്ലേസ് ചെയ്തു, അതിനുശേഷം ക്ലോസ് ചെയ്യാം. സോ ഇനി നമ്മുടെ ഡിവൈസ് ഓൺ ചെയ്യാൻ പോകുന്നു. ഇവിടെയാണ് അതിന്റെ പവർ സ്വിച്ച്. മിഷൻ 1 നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൺട്രോൾ യുവർ ക്യാമറ വിത്ത് യുവർ വോയിസ് ഓൺ. ഡൗൺലോഡ് GoPro Quik ആപ്പ് ടു കംപ്ലീറ്റ് ക്യാമറ സെറ്റിംഗ്. അതാണ് അടുത്ത പ്രോസസ്സ്, GoPro Quik. ഇതാണ് നമ്മുടെ ആപ്പ് സ്റ്റോറിനകത്ത് അതിന്റെ പേര്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ GoProയിൽ നമ്മൾ അതിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഈ ഒരു അപ്ഡേഷൻ പ്രോസസ്സ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. അതിന്റെ ബാറ്ററി ഇട്ടതിന് ശേഷം മൈക്രോ SD കാർഡ് പ്ലേസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. മൈക്രോ SD കാർഡ് ഇതിന്റെ കൂടെ ഇല്ല, ഇന്റേണൽ മെമ്മറി ഇല്ല. അപ്പൊ അത് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കൊന്ന് അഡ്ജസ്റ്റ് കൊടുത്ത് ഫ്രെയിമിന്റെ റേഷ്യോ 16:9, 9:16 തുടങ്ങിയ റേഷ്യോസ് എല്ലാം വരുന്നുണ്ട്. അതിന്റെ ആസ്പെക്ട് റേഷ്യോ, അതുപോലെ റെസൊല്യൂഷൻ എല്ലാം നമുക്ക് 9:16 നമുക്ക് 8K കിട്ടില്ല. അത് 4K ബൈ ഡീഫോൾട്ട് അതിലേക്ക് മാറും. നമ്മൾ വൈഡ് എടുക്കുന്ന സമയത്താണ് നമുക്ക് 8K ഓപ്ഷൻ കിട്ടുന്നത്. ബട്ട് ഈവൻ 8K കിട്ടുന്നേരം ഓപ്പൺ ഗേറ്റ് ഒരു ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് റേഷ്യോ വേണേലും നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അപ്പം 16:9 നമ്മൾ 8K നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് ഈ പറയുന്ന പോർട്രേറ്റിലേക്ക് വീഡിയോ നമുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള ഷോർട്സ്, റീൽസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സെയിം ഫയൽസ് തന്നെ നമുക്ക് യൂട്യൂബിന് വേണ്ടിയിട്ട് ലാൻഡ്സ്കേപ്പിലും എടുക്കാൻ പറ്റും. ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഈ റൂം നല്ല ഇരുട്ടുള്ള റൂമാണ്. എന്നാലും അതിനകത്ത് ഈ റൂമിൽ നമ്മൾ ഡയറക്റ്റ് കാണുന്നതിനേക്കാളും ഒരു
ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഇതിനകത്ത് നമുക്ക് കാണുന്നുണ്ട്. സോ ഇതാണ് ഇതിന്റെ ഒരു ഇനിഷ്യൽ നമ്മൾ ഒരു അൺബോക്സിങ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഔട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം. അപ്പൊ അത് വെച്ചിട്ട് സിനിമാറ്റിക് ആയിട്ട് ഇത് എങ്ങനെ നമുക്ക് ഇതിന്റെ പെർഫോമൻസ് കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഇതിന്റെ ഓഡിയോയുടെ കാര്യത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ 4 മൈക്രോഫോൺ അറേയും 32 ബിറ്റ് റെക്കോർഡിങ്ങുമാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് എത്ര സൗണ്ട് ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്താലും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല സൗണ്ട് ഔട്ട് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അടുത്തതിന്റെ ഒരു പ്രൊഫഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 10 ബിറ്റ് കളർ ഡെപ്തും GP ലോക്ക് 2 ഇതിലുണ്ട്. അപ്പം ഇത് നമ്മളിപ്പോ സോണി ആൽഫ A1 അതുപോലെ ഈ കാനന്റെ R5 പോലുള്ള ക്യാമറകളുമായിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ടിന്റെ ഫൂട്ടേജ്, ആ റേഞ്ചിലുള്ള ക്യാമറകളിൽ നിന്ന് കിട്ടുന്ന ഫൂട്ടേജസിന്റെ ഒരു കളർ മാച്ച് നമുക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഔട്ട് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. ഫൈനലി ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ ഒരു വ്ളോഗിംഗ് ക്യാമറ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ക്യാമറ ആയിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്ന ഹൈ പ്രൊഫഷണൽ ക്യാമറാസിന്റെ കൂടെ ഒരു സെക്കൻഡ് ക്യാം ആയിട്ട് ഒരു B ക്യാം ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്രാഷ് ക്യാം ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രൊഡക്റ്റ് ആണ് GoPro Mission 1. Got a black king glitter, came this very morn. Yeah, black king glitter, came this very